ഇൻഡസ്ട്രിയൽ മിക്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലീനിങ് പൾവറൈസറിനേക്കാളും വളരെ ഈസി പ്രോസസ്സാണ്. ജസ്റ്റ് നിങ്ങൾ ഈ ലോക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മെറ്റീരിയൽ ഫീഡ് ചെയ്യാം, ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി, നിങ്ങൾക്ക് അടുത്ത മെറ്റീരിയൽ ഇട്ട് ഫീഡ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ഇതിൽ ലോഡിങ് അൺലോഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ടിൽറ്റിംഗ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ടിൽറ്റ് ചെയ്ത് നിങ്ങളുടെ മെറ്റീരിയൽ നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കാം. ഹോട്ടൽ കാറ്ററിംഗ് ഇൻഡസ്ട്രിക്കാർക്കാണ് ഇത് ഇത്രയും കൂടിയും യൂസ്ഫുൾ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 HP മോട്ടറാണ് ഇതിൻ്റെ പവർ കൊടുക്കുന്നത്. ഇതിൽ SS304 എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത്. സോളിഡ് ഡേറ്റുമ്പോഴാണ് നമ്മുടെ എക്യുപ്മെൻറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർക്കിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും സോളിഡായിട്ട് നമ്മൾ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ട്രയൽ റണ്ണിലേക്ക് കിടക്കുകയാണ്. ഗ്രേവി മേക്കിംഗ് ബിസിനസ് വളരെ റാപ്പിഡ്ലി വളരുന്ന ഒരു ബിസിനസ്സാണ് നാട്ടിലിപ്പോൾ. അപ്പോൾ അങ്ങനത്തെ യൂണിറ്റുകൾക്ക് ഗ്രേവി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയൽ മിക്സിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് ഞങ്ങൾ ഫീഡ് ചെയ്യണതാണ്. നമുക്കിതിൽ ഗ്രൈൻഡ് ചെയ്ത് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ പേസ്റ്റാണ് നമ്മുടെ ഇലക്ട്രിക് കോൺസെൻട്രേറ്റേഴ്സിലൊക്കെ ഉപയോഗിച്ച് ഒണിയനും യൂസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഗ്രേവി പേസ്റ്റ് ആക്കണത്. അടുത്തായിട്ട് നമ്മൾ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ എക്യുപ്മെൻറ്റിൽ ചെയ്യാൻ പോണത്. ആദ്യത്തെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് നമ്മൾ നോക്കുകയാണ്. ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ വന്നിട്ട് 2 കിലോ 423 ഗ്രാമാണ് ചില്ലി ഇരിക്കുന്നത്. അടുത്തൊരു പ്രോസസ്സ് നമ്മൾ ടൈമർ ഓൺ ആക്കിയിട്ട് ഈ വെയിറ്റ് എത്ര ടൈം കൊണ്ടാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യണമെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അടുത്തത് നമ്മൾ ഇതിൻ്റെ ലോക്കിങ് എങ്ങനെയാണെന്ന് കാണാൻ പോവാണ്. അതിനായിട്ട് ആദ്യം നിങ്ങൾ അതിൻ്റെ ടോപ്പ് അടയ്ക്കുക, അതിനുശേഷം 3 ലോക്കുകൾ തമ്മിൽ ലോക്ക് ചെയ്യുക. നമ്മൾ ടൈമറിൽ നമ്മുടെ ടൈം വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ 00-ലാണ് എല്ലാം നിൽക്കുന്നത്. നമ്മൾ ഓരോ 1 മിനിറ്റിലും നമ്മുടെ ഓപ്പൺ ചെയ്ത് എന്താ സംഭവിക്കണമെന്ന് നോക്കും. നമ്മളിനി ഫസ്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചില്ലിയുടെ റിസൾട്ട് എന്താണെന്ന് നോക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ഈ സെയിം മെക്കാനിസം എങ്ങനെയാണോ ക്ലോസ് ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യണത്. അതിനുശേഷം നമുക്ക് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി ചില്ലി പൗഡറിൻ്റെ ഇനീഷ്യൽ 1 മിനിറ്റിലെ റിസൾട്ട് എന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മൾ പൾവറൈസറിൽ ഫസ്റ്റ് കട്ടിങ് ചെയ്യണ പോലെ തന്നെ ഫ്ലേക്സ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്കാണ് പൗഡർ വന്നേക്കണേ. അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.